അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കും. അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കും എന്ന് പറഞ്ഞെങ്കിൽ തന്നെ അതിന്റെ ഭാഷാർത്ഥം ഫൈസൽ മുസ്ലിയാർ പഠിക്കണം. എന്ത് ഭാഷാർത്ഥം? സാധാരണ ബുദ്ധിയുള്ള കാര്യം തിരികെ കേൾക്കൂ. അള്ളാഹു കാണും പോലെ കാണും എന്നുള്ളത് സുന്നികളുടെ പിന്നെ ഒരു അടിത്തറയായിട്ടുള്ള ഒരു വിശ്വാസമല്ല. അള്ളാഹു കൊടുക്കുന്ന തീരുമാനിക്കാം. അകലത്ത് കുഞ്ഞിശ്ശേരി കോയത്തങ്ങളുടെ APS നേതാവ് CM സ്മരണികയിൽ എഴുതി വെക്കുന്നു, ഔലിയാക്കന്മാർ അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കാനുമാകും. ഇത് സുന്നിയുടെ വിശ്വാസമാണല്ലേ? അത് ഈ ലേഖനം എഴുതിയ ആളുമായിട്ട് ഫൈസൽ മുസ്ലിയാർ സംസാരിക്കണം. ആവശ്യം എന്തിനാ എഴുതി വിടുന്നത്? സുഹൃത്ത് നിർത്തിക്കാളി, ആവശ്യമില്ല, നമ്മുടെ സമയം കളയണ്ട, നിർത്തിക്കാളി. അതായത് ഒരാൾ ലേഖനം എഴുതി വിടുക, എന്നിട്ട് ഇത് ശരിയാണെന്ന് വെച്ചാൽ അത് അയാൾ സംസാരിക്കണം. എഴുതാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അയാൾക്ക് വീട്ടിലവിടെ ഇരുന്നാൽ പോലെ കസയിട്ടിട്ട് അയാൾ കസയിട്ട് വീട്ടിൽ നിൽക്കുക, എല്ലാവരും എന്റെ വീട്ടിൽ വരെ ഞാൻ പറഞ്ഞു കൊടുക്കുക. ഇത് പച്ച മലയാളത്തിൽ എഴുതിയിട്ട് പ്രിന്റ് ചെയ്ത് ഈ നാട് മുഴുവൻ വിതരണം ചെയ്തിട്ട് ഞങ്ങളൊക്കെ സുന്നിയുടെ കാലത്ത് വാങ്ങിയ പുസ്തകം അതൊക്കെ ഇപ്പൊ വാങ്ങിയതല്ല, സുന്നിയായ കാലത്ത് ഞങ്ങൾ വാങ്ങിയതാ. ഇവർ മർക്കസിന് സമ്മേളനത്തിൽ ലഭിച്ചാൽ അവിടുന്ന് ഞങ്ങൾക്കത് വാങ്ങിയത്. എന്നിട്ട് അതിനുള്ള വിശ്വാസം അത് മൂപ്പെടുത്ത് പോയിട്ട് ചോദിച്ചു നോക്കണം. എന്തിനാ മൂപ്പര എഴുതാൻ സമ്മതിക്കണത്? അവിടെയാണ് സുഹൃത്തെ തകരാറ് പറ്റിയത്. നമ്മൾ വാശിയും വിദ്വേഷമൊക്കെ വിടുക, പറഞ്ഞു ജയിക്കാൻ ചിലപ്പോ ആർക്കും പറ്റും, അതല്ല ആവശ്യം. നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കുക. ഇവിടെ പച്ചയായി എഴുതി വിട്ടു, അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കും. ഇത് കാണിച്ചു കൊടുത്ത എന്റെ നാട്ടിൽ മുസ്ലിയാർ മുജാഹിദായി തന്നെ ഇത് കണ്ടപ്പോ ഇത് ഞാൻ അംഗീകരിക്കൂല. എന്തെല്ലാം ഇപ്പൊ മംഗലാപുരത്ത് സംവാദം നടത്തി ആഗസ്റ്റ് 20 ഞങ്ങൾ പിന്നെ EK സുന്നിയാളെ പറ്റി അന്ന് MT അബൂബക്കർ പറഞ്ഞു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് മൊയ്തീൻ ശൈഖിനോട് പറഞ്ഞാലും ശിർക്കല്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി ചേർക്കണേ എന്ന് മൊയ്തീൻ ശൈഖിനോട് പറഞ്ഞാൽ ശിർക്കല്ല എന്ന് പറഞ്ഞു. അവിടെയാണ് ഇപ്പൊ സമൂഹത്തെ മുസ്ലിയാക്കന്മാർ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നത്. അള്ളാഹിന്റെ കഴിവും അള്ളാഹിന്റെ അറിവും അള്ളാഹിന്റെ കേൾവിയും അള്ളാഹുവിന്റെ മറ്റു പല പ്രവർത്തനങ്ങളും വിശേഷണങ്ങളും എല്ലാം സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുന്നു. എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാത്തിനും ഉത്തരം ചെയ്യുന്നവൻ എന്നൊക്കെയുള്ള വിശേഷം റബ്ബിൻ്റെതാണ്. കൽബകത്തുള്ളത് അറിയുന്നവൻ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവർ. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പറഞ്ഞോവർ. ഇത് റഹ്മാനായ റബ്ബിന്റെ വിശേഷണം ശൈഖിന് വകവെച്ചു കൊടുക്കലാം. റബ്ബിന്റെ വിശേഷം എന്താ? യഅലമു ഖാലത്തൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ വഞ്ചന അള്ളാഹു അറിയുന്നു, ഹൃദയങ്ങളിൽ കൽബുകളിൽ മറച്ചു വെച്ചത് അള്ളാഹു അറിയുന്നു. അള്ളാഹിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതോ വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹ്ക്ക് തുല്യനായി ആരുമില്ല. ഇവിടെ പറയുന്നു കൽബകത്തുള്ളതും കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പറഞ്ഞോവർ. ഇത് അള്ളാഹ് കൊടുത്ത കഴിവല്ല. മൊയ്തീൻ ശൈഖും അവകാശപ്പെട്ടിട്ടില്ല എനിക്ക് ആ കഴിവുണ്ട് എന്ന്. ശൈഖിന്റെ പേരിൽ പിൽക്കാലത്ത് ചില ത്വരീഖത്തുകാർ വ്യാജമായി വെച്ച് കെട്ടി അള്ളാഹിന്റെ കഴിവ് ശൈഖിനെ ഉപരോധിച്ചു. അങ്ങനെയാണ് തേട്ടങ്ങൾ ശൈഖിലേക്ക് പോയത്. അതിന് പ്രാർത്ഥന എന്ന് പേര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ശരി, ആ തേട്ടം റബ്ബിലേക്ക് പോകേണ്ട തേട്ടമാണ്. അത് ശൈഖിലേക്ക് പോയി, അവിടെയാണ് ശിർക്ക് വന്നത്. ശരി, ഇനി അടുത്ത ചോദിക്കും. എത്രയായി? എൻ്റെ പേര് മുഹമ്മദ് അലി. എനിക്ക് ചോദിക്കാനുള്ളത്, മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് മാസത്തിലാണ് ജനിച്ചത്, ഏത് ഡേറ്റിലാണ് ജനിച്ചത് എന്നുള്ളതൊന്ന് പറഞ്ഞു തരണം. അതിൽ ചരിത്രകാരന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രവാചകന്റെ ചരിത്രം രേഖപ്പെടുത്തിയ അല്ലാമ ഖസ്തല്ലാനിയുടെ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ പ്രവാചകൻ ജനിച്ച മാസം, വർഷം, ഡേറ്റ് എന്നിവയിൽ പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. റബീഉൽ അവ്വൽ 2 പറഞ്ഞവർ, 8 പറഞ്ഞവർ, 9 പറഞ്ഞവർ, 12 പറഞ്ഞവർ, 16 പറഞ്ഞവർ. അതേപോലെ റബീഉൽ അവ്വൽ പറഞ്ഞവർ, റബീഉൽ ആഖിർ പറഞ്ഞവർ, ശഅബാൻ പറഞ്ഞവർ, മുഹറം പറഞ്ഞവർ, റമദാൻ പറഞ്ഞവർ. ആമുൽ ഫീൽ, ആനക്കലഹ വർഷം എന്ന ആ വർഷത്തിലാണ് എന്ന് അഭിപ്രായപ്പെട്ടവർ, അതിന് തൊട്ട് മുമ്പത്തെ കൊല്ലമാണെന്ന് പറഞ്ഞവർ, ശേഷമുള്ള കൊല്ലമാണെന്ന് പറഞ്ഞവർ. ഇതെല്ലാം അഭിപ്രായങ്ങളുണ്ട്. ഇനി 151 വക മൗലിദ് കിതാബിൽ 1ാമത്തെ മൗലിദാണ് ബർസൻജി മൗലിദ്. 151 വക മൗലിദ് കിതാബ്. അതിൽ ആദ്യത്തെ മൗലിദ് ബർസൻജി മൗലിദ്. ആ ബർസൻജി മൗലിദിൽ കാണാം വഖ്തുലിഫ ഫീ ആമി വിലാദത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരുടെ ജനിച്ച വർഷത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വഫീ ശഹരിഹാ, ആ ജനിച്ച മാസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. വഫീ യൗമിഹാ, ആ ദിവസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ തിങ്കളാഴ്ചയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല.
അത് 2 ആണോ 8 ആണോ 9 ആണോ 12 ആണോ 16 ആണോ എന്നിട്ട് പറയുന്നു. എന്നാൽ ഹദീസ് പണ്ഡിതന്മാർ പ്രബലമാക്കിയത് റബീഉൽ അവ്വൽ 8 ആണ് എന്നാണ്. ചൈത്രകാരന്മാർ പ്രബലമാക്കിയത് റബീഉൽ അവ്വൽ 12 ആണ് എന്നാണ്. ഒറ്റ കാര്യം കൂടി പറയാം, എന്തുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസം വന്നു. അല്ലാഹുവിന്റെ റസൂലായതിനു ശേഷം 22 റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞു പോയി. 23ാമത്തെ റബീഉൽ അവ്വലാണ് അവിടുന്ന് വഫാത്താകുന്നത്. ഏതെങ്കിലും റബീഉൽ അവ്വലിൽ സ്വഹാബത്തിനെ വിളിച്ചില്ല, ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ്, നമുക്ക് ആഘോഷിക്കാം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എന്താണ് നബി ജനിച്ചത് എന്ന തർക്കം അവസാനിക്കുമായിരുന്നു. നബി ആഘോഷിക്കാത്തത് കൊണ്ട് തന്നെ ആ തർക്കം ഇന്നും തുടരുന്നു. ശരി, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് മാസമാണ്, ഏത് ഡേറ്റ് ആണ്? എനിക്കിപ്പം പറയാൻ കഴിയില്ലല്ലോ. അല്ല, ഞാൻ പറയാൻ കാരണം മുജാഹിദ് ബാലുശ്ശേരി പറയുന്നുണ്ട് റബീഉൽ അവ്വൽ മാസത്തിലെ അല്ല റസൂലുള്ളാഹി ജനിച്ചത്, റമളാൻ മാസത്തിലാണ് ജനിച്ചത് എന്ന്. അഭിപ്രായങ്ങൾ പലതുമുണ്ട്. ഹദീസ് പണ്ഡിതന്മാർ പ്രബലപ്പെടുത്തിയത് റബീഉൽ അവ്വൽ മാസം 8-ന്, ചരിത്ര പണ്ഡിതന്മാർ പ്രബലപ്പെടുത്തിയത് റബീഉൽ അവ്വൽ മാസം 12-ന്. ഇനി അതിൽ ഏതാണ് ശരി എന്ന് പറയാൻ അവരെക്കാളും മേലേക്ക് എത്താൻ കഴിയണം. അത് നമ്മൾ എത്തിയിട്ടില്ല. അവരൊക്കെ കണ്ട എല്ലാ സോഴ്സും കണ്ട് അതിന്റെ ബലാബലം പരിശോധിച്ച് അതിനും അപ്പുറത്ത് ഇൽമുണ്ടെങ്കിൽ ഒരു പക്ഷെ പറയാൻ കഴിയില്ല. നമുക്കാർക്കും അങ്ങനത്തെ ഒരു അറിവില്ല. നമ്മൾക്ക് മതവിദ്യാർത്ഥികളാണ്, നമ്മളാരും പണ്ഡിതന്മാരല്ല. നമ്മൾക്ക് മറ്റു മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചും പരിശോധിച്ചും അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഹദീസ് പണ്ഡിതന്മാർ പ്രബലപ്പെടുത്തിയത് റബീഉൽ അവ്വൽ 8, ചൈത്ര പണ്ഡിതന്മാർ പ്രബലപ്പെടുത്തിയത് റബീഉൽ അവ്വൽ 12. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ റബീഉൽ അവ്വലാണ് എന്ന്, അതേപോലെ റബീഉൽ ആഖിറാണ് എന്ന്, റജബാണ് എന്ന്, മുഹറമാണ് എന്ന്, റമളാനാണ് എന്നിവരെ അഭിപ്രായം പറഞ്ഞവർ ഉണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ അല്ലാമ ഖസ്തല്ലാനിയുടെ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും. അവിടെ റമളാൻ മാസത്തിലാണ് ഇത് അഭിപ്രായം ആ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ ആ അഭിപ്രായം വായിച്ചിട്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക, അല്ലാഹു അഅലം, എനിക്കറിയില്ല. പ്രബലാഭിപ്രായം റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്നാണ്. 8 ആണോ 12 ആണോ തർക്കമുണ്ട്. ഹദീസ് പണ്ഡിതന്മാരുടെ അഭിപ്രായം 8 ആണ് എന്ന്, ചൈത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം 12 ആണ് എന്ന്. നിങ്ങളുടെ പണ്ഡിതന്മാർ തമ്മിൽ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം? അത് മുസ്ലിം ലോകത്ത് മൊത്തം തർക്കമാണ്, ഞങ്ങൾക്ക് മാത്രമുള്ളതല്ല. അത് സുന്നി പണ്ഡിതന്മാർക്കുണ്ട്. സുന്നി പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കി, ഞാൻ പറഞ്ഞ വിശ്വാസം ഇല്ലെങ്കിൽ സുന്നി പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കി, ഉസ്താദ് എങ്ങനെ കുറെ അഭിപ്രായങ്ങളുണ്ടോ ചോദിച്ചു നോക്കി. നമ്മൾ കുറേ കാലമായിട്ട് റബീഉൽ അവ്വൽ മാസം 12-ന് ഇങ്ങനെ ആഘോഷിച്ച് പരിചയപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിശ്വസിച്ച് പോണത്. നിങ്ങൾ ഉസ്താദിനെ പോയിട്ട് പള്ളിയിൽ പോയി ഉസ്താദ് ചോദിക്കും, ഉസ്താദ് എങ്ങനെ അഭിപ്രായം ഉണ്ടോ? ഇതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ല, വീട്ടിലും മൗലിദ് കിതാബ് ഉണ്ടെങ്കിൽ 151 വക മൗലിദാണെങ്കിൽ അതിൽ 1ാമത്തെ മൗലിദ് ബർസഞ്ചിയാണ്. 333 വകയാണെങ്കിൽ 1ാമത്തേതല്ല, 4ാമത്തോ 5ാമത്തോ എങ്ങാണ്ടാണ് ബർസഞ്ചി മൗലിദ്. അതിലാണ് പറഞ്ഞത് നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഒന്നും വേണ്ട, റബീഉൽ അവ്വൽ മാസമാണല്ലോ, വീട്ടിൽ ഉസ്താദ് മൗലിദ് കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഉസ്താദിന് പോയി, ഉസ്താദ് ഈ പ്രാവശ്യം നമുക്ക് ബർസഞ്ചി മൗലിദ് ഓതാന്ന് പറയാം. ബർസഞ്ചി മൗലിദ് ഓതുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ അതിൽ കാണാം വഖ്തുലിഫ ഫീ ആമി വിലാദത്തിഹി, പ്രവാചകൻ ജനിച്ച കൊല്ലത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വഫീ ശഹരിഹാ, ആ മാസത്തിനും അഭിപ്രായ വ്യത്യാസമുണ്ട്. വഫീ യൗമിഹാ, ആ ദിവസത്തിനും അഭിപ്രായ വ്യത്യാസമുണ്ട്. അലാ അഖ്വാലിൻ ലിൽ ഉലമാഇ മർവിയ, പണ്ഡിതന്മാർക്ക് അങ്ങനെ പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് മൗലിദ് കിതാബിലുണ്ട്. അപ്പൊ ഇനി അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്നതാണ് ശരി എന്ന് പറയണമെങ്കിൽ അള്ളാഹു റസൂൽ പറഞ്ഞു തരണം. നമുക്ക് റസൂല് പഠിപ്പിക്കണം, ഞാൻ ജനിച്ച ഇന്ന ദിവസത്തിലാണ്, ഇന്ന ഡേറ്റിനാണ്, ഇന്ന മാസമാണ്, ഇന്ന കൊല്ലമാണ്, എങ്കിൽ തർക്കം തീരും. നബി അത് പറഞ്ഞിട്ടില്ല. പിന്നെ കിട്ടിയ ചരിത്രങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ അനുമാനിച്ചെടുത്തതാണ്. നബി പറഞ്ഞതെന്താണ്? ഞാൻ ജനിച്ചത് തിങ്കളാഴ്ച ദിവസമാണ്, അതുകൊണ്ട് അതിൽ തർക്കമില്ല. തിങ്കളാണോ ചൊവ്വയാണോ ഞായറാണോ തർക്കമില്ല. തിങ്കളാണ് ഇത് നമ്മളും അംഗീകരിക്കുന്നു, സുന്നികളും അംഗീകരിക്കുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു. ഡേറ്റും മാസവും ഇയറും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നർത്ഥം. ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. നിങ്ങൾ തന്നെ ഇപ്പം പറഞ്ഞ് ഞങ്ങൾ റബീഉൽ അവ്വൽ 12-നാണ് കൂടുതൽ പ്രബലമായ സുഹൃത്തുക്കൾ. ഞാൻ കിതാബൊന്നും ഓതിയിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തന്നെ പറഞ്ഞു ഇപ്പൊ പ്രബലമായ അഭിപ്രായം റബീഉൽ അവ്വൽ 12-നാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. നിങ്ങളും പറഞ്ഞില്ലേ, ഞാൻ റബീഉൽ 8-നാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതേ നിങ്ങളെ ഗ്രൂപ്പിൽ തന്നെ പെട്ട ഞാനും പറയുന്നുണ്ട്. ഗ്രൂപ്പ് പെട്ടല്ല, ഞാൻ തന്നെ പറയുന്നുണ്ട്. അതെ, മുജാഹിദ് ബാലുശ്ശേരി ഞാനും പറയുന്നു, വളരെ വ്യക്തമായി പറഞ്ഞു. ഞാനും പറഞ്ഞു റബീഉൽ അവ്വലിലെ അല്ല റസൂല് ജനിച്ചത് റമളാൻ മാസത്തിലാണ് ജനിച്ചത് എന്ന് അയാൾ പറഞ്ഞു. സുഹൃത്ത്, അത് ഞാനും പറഞ്ഞു. ബാലുശ്ശേരി മാത്രമല്ല, അത് എവിടുന്ന് കിട്ടി? സുന്നിയായ അല്ലാമ ഖസ്തല്ലാനി അദ്ദേഹം അൽ മവാഹിബുൽ ലദുന്നിയ ബിൽ മിനഹിൽ മുഹമ്മദിയ്യ എന്ന കിതാബിന്റെ 1-ാം വാല്യത്തിൽ നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നിടത്താണ് പറഞ്ഞത്. അവിടുന്നാണ് നമുക്കും കിട്ടിയത്. മറ്റൊന്ന് ഞാനത് കണ്ടത് ബർസഞ്ചി മൗലിദിലുമാണ്. എന്നാൽ ഹദീസിൽ എവിടെയും അല്ലാഹുവിന്റെ റസൂല് ഞാൻ ജനിച്ച മാസം ഇതാണെന്നോ
ഞാൻ ജനിച്ച ഡേറ്റ് ഇതാണ് എന്നോ പറഞ്ഞിട്ടില്ല. അത് മുജാഹിദ് തർക്കമല്ല, നിങ്ങൾക്ക് തർക്കമില്ല എന്ന് നിങ്ങൾ പറയും. അതേ ഞാൻ പറഞ്ഞു, നാളെ വീട്ടിലേക്ക് ഉസ്താദ് വരികയാണെങ്കിൽ ഉസ്താദ് ചോദിച്ചു, ഉസ്താദ് എങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? അപ്പൊ ഉസ്താദ് ഉണ്ട് മോനെ, പല അഭിപ്രായങ്ങളുണ്ട് എന്ന് ഉസ്താദ്. ഈ കാലം നിങ്ങൾ ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് പ്രശ്നം. നാളെ ഉസ്താദ് ചോദിക്കും, ഉസ്താദ് ഇങ്ങനെ വഹാബി ഇങ്ങനെ പറഞ്ഞത് കേട്ടു, അങ്ങനെ വല്ല അഭിപ്രായം ഉണ്ടോന്ന്. അങ്ങനെ അഭിപ്രായ വ്യത്യാസം മവാഹിബുൽ ദുനിയയിൽ ഇല്ലാന്നോ ബർസഞ്ചി മൗലിദിൽ ഇല്ലാന്നോ നിങ്ങൾ ഉസ്താദ് പറയുകയാണെങ്കിൽ ഉസ്താദിന് ഉസ്താദ് ഒന്ന് എഴുതി തരും. ഞങ്ങൾ അവിടെ വഹാബി വെറുതെ വന്നിട്ട് അവിടെ വിടൽ വിട്ട് പോയിട്ടുണ്ട്, ഞങ്ങളൊന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ. ഉസ്താദിന് എഴുതി വാങ്ങും, ഉസ്താദ് പറയട്ടെ ബർസഞ്ചി മൗലിദിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. അങ്ങനെ മവാഹിബുൽ ദുനിയ കിതാബിലും അതില്ല എന്ന് ഉസ്താദ് എഴുതി തന്നാൽ നിങ്ങൾ ഇവിടെ അഹ്ലുസുന്നയുടെ സലഫി സെന്ററിന്റെ അവിടെ വന്നിട്ട് കൊടുക്കുക. നിങ്ങളെ മൗലവി പറയുന്നത് ശരിയല്ല, അത് കളവാണ് എന്ന് നിങ്ങൾ കൊടുത്താൽ ഇൻഷാ അല്ലാഹ് മവാഹിബുൽ ദുനിയയിലെ കിതാബും ബർസഞ്ചി മൗലിദിന്റെ കിതാബും ആ രണ്ട് കിതാബും കൊണ്ട് ഞാൻ ഇവിടെ വരും, നിങ്ങളെ ഉസ്താദിന്റെ അടുത്തേക്ക് ചെല്ലും, ഉസ്താദിനെ കാണിച്ചു കൊടുക്കും. അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഉണ്ടെന്ന് ഉസ്താദ് പറഞ്ഞാലോ അപ്പറേക്ക് ഇത്രയും കാലത്തൊക്കെ ഉസ്താദ് മൂടി വെച്ചതാണല്ലേ, അതല്ലേ തീർച്ചയായിരിക്കാം മൂപ്പരിക്കാരതൊക്കെ ഉണ്ട്, മൂപ്പരിക്കാരതൊക്കെ ഉണ്ട് അല്ലേ, ഉള്ളതല്ലേ അല്ലേ, ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ മൂപ്പരിക്ക് ഒരേ സംഭവം ഉണ്ട്. അപ്പൊ ഏതായിരുന്നാലും അതാണ്, അത് നിങ്ങൾ ആക്ഷേപിക്കല്ല, നിങ്ങൾ സാധാരണക്കാരനായതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഉസ്താദിനോട് ചോദിച്ചാൽ മതി, അപ്പൊ കിട്ടും. ശരി, നിയമപാലക നമ്മൾ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്യാവശ്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. കടകത്തൂര്, എൻ്റെ പേര് കുഞ്ഞപ്പുല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോലിനെ ആലമിനെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പായി സൃഷ്ടിക്കപ്പെട്ടു. ഔജദനോടൊപ്പം ബദല ഹൽക്കൽ ആലമിന്റെ മുഹമ്മദ്, അതിൻ്റെ ഒരു വിഷയമാണ്. പ്രവാചകന്റെ പ്രകാശമാണ് ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന പരാമർശം മൗലിദ് കിതാബിൽ പല സ്ഥലത്തുമായി വന്നിട്ടുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ അതെവിടെയും കാണുന്നില്ല. പ്രവാചക സ്വലാസമ തങ്ങൾ പറഞ്ഞുവെന്ന് സ്വീകാര്യയോഗ്യമായ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മവാഹിബുൽ ദുനിയ എന്ന കിതാബിൽ തന്നെ ഒരു ഹദീസായി അങ്ങനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ എവിടെയും കാണുന്നതല്ല. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവ്വലു മാ ഖലഖല്ലാഹു തആല നൂറ നബിയിക യാ ജാബിർ, ജാബിറെ നിന്റെ നബിയുടെ പ്രകാശമാണ് അള്ളാഹു ആദ്യം പടച്ചത് എന്ന് നബി പറഞ്ഞു എന്നൊരു ഹദീസായി മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന കിതാബിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അൽ മവാഹിബുൽ ദുനിയ എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ ഒരു 350-400 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട കിതാബാണ് മവാഹിബുൽ ദുനിയ. ആ കിതാബിൽ മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന ഹദീസ് കിതാബിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തൊരു ഹദീസാണ്. എന്നാൽ മുസന്നഫ് അബ്ദുർ റസാഖിൽ അങ്ങനെ ഹദീസ് കാണുന്നില്ല. അവിടെ അല്ലാതെ വേറെ എവിടെയും ഇതൊട്ട് സ്ഥാനം പിടിച്ചിട്ടുമില്ല. അതിൽ നിന്ന് കോപ്പിയടിച്ച് പിന്നീട് പിൽക്കാലത്ത് പലരും അതെടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ മവാഹിബുൽ ദുനിയയിൽ നിന്ന് കോപ്പിയടിച്ചിട്ട് മങ്കൂസിലും സലഫനാമിലും ജാഹിദ് മുഹമ്മദിലും എല്ലാം ഇത് പറയുന്നുണ്ട്. ചിലതിൽ മങ്കൂസ് മൊഴിയാണെങ്കിൽ അൽഫൈ ആമിൻ ഖബ്ല അൻ യഖ്ലുഖ ആദം, ആദം നബിയെ പടക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് എന്നാണുള്ളത്. ചിലതിലാവട്ടെ 1,00,000 കൊല്ലം മുമ്പ് എന്നുണ്ട്. കാരണം പ്രകാശം പടച്ചു, അത് പിന്നെ 7 സമുദ്രത്തിൽ കൊണ്ടുപോയി മുക്കി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. അവിടെ ഓരോ സമുദ്രത്തിനും 10,000 കൊല്ലം കടന്നു, അപ്പൊ 70,000 കൊല്ലം എന്നുണ്ട്. ജാഹിദ് മുഹമ്മദ് മാലയിലാണെങ്കിൽ നല്ല നബി ആദം തമ്മെ പടക്കും മുൻ 100,000 ആണ്ട് മുമ്പേ പടച്ചോവർ, ആദം നബിയെ പടക്കുന്നതിന് മുമ്പ് 100,000 കൊല്ലം മുമ്പ് അഥവാ 1,00,000 കൊല്ലം മുമ്പ് പ്രവാചകരെ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊന്നും സ്വീകാര്യമല്ല, പ്രവാചകരെ പഠിപ്പിച്ചതല്ല, ഹദീസിൽ സ്ഥിരപ്പെട്ടതല്ല. ഇനി നമ്മളെ മറ്റേ കുട്ടി പറഞ്ഞല്ലോ, മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞല്ലോ. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് പ്രവാചകൻ ജനിച്ചത് അഥവാ നബി ആയത് റമദാനിലാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പരാമർശം നടത്തിയത്. കാരണം ജനിച്ചപ്പോൾ നബിയല്ല, 40-ാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടിയത്. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത്. അപ്പം അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി മുഹമ്മദ് എന്ന കുട്ടി ജനിച്ചത് റബീഉൽ അവ്വലിൽ. ആ കുട്ടി നബിയായത് റമദാനിൽ. ഷഹ്റു റമദാനിൽ ഉൻസില ഫീൽ ഖുർആൻ. അത് പറഞ്ഞെടുത്താണ് ആ ഭാഗമുള്ളത്. ക്ലിപ്പ് മാത്രം കേൾക്കുമ്പോഴാണ് കുഴപ്പമില്ല. സുഹൃത്തെ നിങ്ങൾ ശ്രദ്ധിക്കി, ബാക്കി ശ്രദ്ധിക്കി, ചാടണ്ട. ആ ക്ലിപ്പ് മാത്രം കേട്ടപ്പോഴാണ് കുഴപ്പം. നിങ്ങൾ ആ CD അന്വേഷിക്കാം. ആ ക്ലിപ്പ് ഏത് CD ന്നാണോ കിട്ടിയത് ആ CD നിങ്ങൾ അന്വേഷിക്കുക. ഇന്ന് കുറച്ച് ഒരു 3 മിനിറ്റ് അപ്പുറം ഒരു 2 മിനിറ്റ് ശേഷം കൂട്ടിയിട്ട് ഒരു 6 മിനിറ്റ് തികച്ചൊന്ന് കേട്ടാൽ മതി. ഇപ്പൊ നിങ്ങൾ 1 മിനിറ്റ് താഴെയുള്ള ക്ലിപ്പാണ് കേൾക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞത് നബി ജനിച്ചത് റമദാനിലാണ്. അത് ഏതർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം തന്നെ പ്രത്യേകം വിശദീകരിക്കുന്നുണ്ട്. നബി ആയിക്കൊണ്ട് ലോകത്ത് വരുന്നത് റമദാനിൽ. കാരണം 1-ാമത്തെ വഹി റമദാനിലാണ്.
ഖുർആൻ ആദ്യമായി അവതരിക്കുന്ന റമദാനിലാണ്. ആ അർത്ഥത്തിലാണ് മുജാഹിദ് ബാദ്ഷാ പറഞ്ഞിട്ടുള്ളത് എന്ന് കൂടി മനസ്സിലാക്കുക. ഇവിടെ കിട്ടിയ ചോദ്യം, താബികളിൽപ്പെട്ട പ്രമുഖനായ ഹസൻ ബസരി പറഞ്ഞതായി സുന്നികൾ പറയുന്നു, ഉഹുദ് മലയോളം സ്വർണമുണ്ടെങ്കിലും ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ ഉപയോഗിക്കുമായിരുന്നു എന്ന്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹസൻ ബസരി പ്രഗത്ഭനായ താബിഇയാണ്. 500ഓളം സഹാബിമാരെ കണ്ട് അവരിൽ നിന്ന് ദീന് പഠിച്ച പ്രഗത്ഭനായ താബിഇയാണ് ഹസൻ ബസരി. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞുവെന്ന് അദ്ദേഹത്തിന് കാലം കഴിഞ്ഞ് 1000 കൊല്ലം കഴിഞ്ഞിട്ട് ചിലർ എഴുതി വെച്ചിട്ടുണ്ട്. ഉദാഹരണമായി ഫത്ഹുൽ മുഈന്റെ വ്യാഖ്യാനമായ ഇആനത്തു ത്വാലിബീൻ, സയ്യിദ് ബക്കരിയുടെ ഇആനത്തു ത്വാലിബീൻ, അതിനെ 3-ാം വാള്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹസൻ ബസരി പറഞ്ഞു, സുദീഖുൽ അക്ബർ പറഞ്ഞു, ഉമർ ഖത്താബ് പറഞ്ഞു, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രയോഗങ്ങൾ. സയ്യിദ് ബക്കരി ഏതായാലും ഇവരാരെയും കണ്ടവർ അല്ല. ഇവരെ കാലം കഴിഞ്ഞ് 1000 കൊല്ലത്തിന് ശേഷം ജീവിച്ചവരാണ്. അതുകൊണ്ട് അവരൊക്കെ പറഞ്ഞെങ്കിൽ അവരാരോടാണ് പറഞ്ഞത്? അതാരാണ് കേട്ടത്? അത് എവിടെയാണ് രേഖപ്പെടുത്തിയത്? ഒരു പരമ്പരയുണ്ടോ, സനതുണ്ടോ? മുടിക്ക് മാത്രമല്ലല്ലോ സനത്, എല്ലാത്തിനും സനത് വേണം. ഇപ്പൊ പിന്നെ സനതിന് പ്രസക്തി ഇല്ല. ഇപ്പൊ മുടി കഴിഞ്ഞിപ്പോ പാത്രം കിട്ടി നടന്നത്. ഇത്രയും കാലം മുടിയായിരുന്നു, ഇപ്പൊ പാത്രം കിട്ടി. ഇപ്പൊ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റർ കണ്ടു, ആരോ തമാശ കിട്ടതാണ്. കാരണം മുടി കിട്ടിയപ്പോ പറഞ്ഞു തിരുശേഷിപ്പ് ഉത്തമ കേന്ദ്രം. അപ്പൊ ഇനിയിപ്പോ പാത്രം കിട്ടിയാൽ പറയും തിരുപാത്രത്തിന് ഒരു ഉത്തമ അടുപ്പ് എന്ന് പറഞ്ഞിട്ട് അതും കൊണ്ട് ഇറങ്ങും എന്ന് ആരോടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോന്നും സുൽത്താനത്തിന്റെ തറവാട് ഒന്നാകെ ഇങ്ങനെ കച്ചവടം ചെയ്തു കൊടുക്കുകയാണ്. പോട്ടെ, വിഷയതല്ല. അപ്പൊ ഏതായിരുന്നാലും ഇതൊക്കെ ആര് പറഞ്ഞെങ്കിലും ആരോടാണ് പറഞ്ഞത്, ആരാണ് കേട്ടത്, ഏത് ഗ്രന്ഥത്തിലാണ് രേഖപ്പെടുത്തിയത്, അതൊന്നുമില്ല. ഹസൻ ബസ്രിക്ക് എത്തുന്ന പരമ്പരയുണ്ടോ? ഇല്ല. ഈ 4 ഖലീഫമാർക്ക് എത്തുന്ന പരമ്പരയുണ്ടോ? ഇല്ല. ദുർബലമായ പരമ്പര ഉണ്ടോ? അതുമില്ല. നേരെ മറിച്ച് അവര് പറഞ്ഞു 1000 കൊല്ലം കിട്ടുകൾ എഴുതി വെക്കുകയാണ്. അപ്പൊ നമുക്ക് എഴുതിയേക്കാം, പറഞ്ഞിട്ടില്ല എഴുതിയേക്കാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ തെളിയിക്കപ്പെടണം അവർ ആരോട് പറഞ്ഞു, ആര് കേട്ടു, ഏത് കിതാബിലുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ നമുക്കതെ കുറിച്ച് ആലോചിക്കാം. അങ്ങനെ ഒന്ന് ഉണ്ടായിട്ടില്ല. ശരി, ഇതും കൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഇദ്ദേഹത്തിന്റെ ചോദ്യം കൂടി കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞാനൊരു തർക്കത്തിനൊന്നും ചോദിക്കുന്നില്ല, പഠിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. എൻ്റെ പേര് അബൂബക്കറാണ്. പിന്നെ മുജാഹിദിലെ വിവാഹത്തിൽ കൂടുതലും തലപ്പാവ് ധരിക്കുന്നില്ല. അപ്പോൾ ആ തലപ്പാവ് ധരിക്കൽ സുന്നത്താണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്നുള്ളോ? ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിന്റെ ഭാഗമായി ഒരു സുന്നത്തായി തലമറക്കൽ പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകർ തലമറച്ചിട്ടുണ്ട്, സ്വഹാബിമാരും മറച്ചിട്ടുണ്ട്. അത് നബി മാത്രമല്ല, മുഴുവൻ കേട്ടിട്ട് ചോദിച്ചോളി. നബി മാത്രമല്ല, അബൂജഹലും മറച്ചിട്ടുണ്ട്, അബൂലഹബും മറച്ചിട്ടുണ്ട്. മക്കക്കാരുടെ അന്നത്തെ വേഷമാണ് അത്. അതിന്റെ ഭാഗമായി നബി തലമറച്ചിട്ടുണ്ട്. നബി നീളം കുപ്പായം ധരിച്ചിട്ടുണ്ട്. അവിടെ എല്ലാവരുടെയും വേഷം അന്ന് നീളക്കുപ്പായമാണ്. അപ്പൊ നബിക്ക് നീളക്കുപ്പായം ഉണ്ടായിരുന്നു. അതേപോലെ നബി ചുവന്ന കുപ്പായം ഇട്ടിട്ടുണ്ട്. നബി ഹാഫ് കൈയുള്ള ഷർട്ട് നബി ധരിച്ചിട്ടുണ്ട്. കറുത്ത തലപ്പാവ് നബി ധരിച്ചിട്ടുണ്ട്. മക്കാ ഫതഹിന്റെ അന്ന് നബി വന്നപ്പോൾ കറുത്ത തലപ്പാവാണ് ധരിച്ചിരുന്നത്. അപ്പൊ അത് ഒരു മതത്തിന്റെ ഭാഗമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അത് ഹദീസിൽ അധ്യാപനം വേണം. എന്നാൽ പിൽക്കാലത്ത് സൂഫികൾ തലമറക്കൽ മതത്തിന് ചിഹ്നമാക്കി മാറ്റി. തലമറക്കാൻ പാടില്ല അർത്ഥമല്ല, തലമറക്കാം, അനുവദനീയമായ വേഷമാണ്. ഞാൻ അള്ളാഹു റസൂലിന്റെ വേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്വീകരിക്കണമെങ്കിലോ ആക്ഷേപിക്കാൻ വകുപ്പില്ല. ഒരാൾ നിളക്കുപ്പായിട്ട് എന്തുകൊണ്ട് എന്റെ ഹബീബ് അങ്ങനെയാണ് ഇട്ടത്, അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒരാൾ ഒട്ടകപ്പുറത്ത് പോയി, എന്തുകൊണ്ട് എന്റെ ഹബീബ് അങ്ങനെയാണ് പോയത്, ഞാൻ കാറ് കയറുന്നില്ല, ഞാൻ ഒട്ടകപ്പുറത്ത് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ആ സ്നേഹം പ്രശംസനീയമാണ്. ഒരാൾ ഗോതമ്പ് കഴിച്ചു, എന്തുകൊണ്ട് എന്റെ റസൂൽ ഗോതമ്പല്ലേ കഴിച്ചത്, ഞാൻ അരി കഴിക്കുന്നില്ല, ആത്മാർത്ഥമായി തീരുമാനിക്കുന്നുവെങ്കിൽ അയാൾ ആ സ്നേഹം പ്രശംസനീയമാണ്. സ്വഹാബിമാർ ചിലരൊക്കെ നബി നടന്ന പോലെ നടന്നവർ ഉണ്ട്, നബി ഇരുന്ന സ്ഥലത്തെത്തുമ്പോൾ ഇരുന്നവർ ഉണ്ട്, നബി ചിരിച്ച സ്ഥലത്തെത്തുമ്പോൾ ചിരിച്ചവർ പോലുമുണ്ട്. എല്ലാ സ്വഹാബിമാരും അങ്ങനെ ആയിരുന്നില്ല. കാരണം അത് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. നമ്മളത് മാതൃകയാക്കാൻ നബി ആവശ്യപ്പെട്ടിട്ടുമില്ല, സാധിക്കുകയുമില്ല. എന്നാൽ ചില സ്വഹാബി, ഇബ്നു ഉമർ വന്നപ്പോൾ സ്വഹാബിമാരൊക്കെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ചിരിക്കും. എന്താ വെച്ചാൽ പറയും, പണ്ട് ഞാനും നബിയും ഒന്നിച്ചു വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നബി എന്നോട് ചിരിച്ചിട്ടുണ്ട്. അത് കണ്ട് അദ്ദേഹം അവിടെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം അവിടുന്ന് ചിരിക്കുന്നു. അതൊരു സ്നേഹമാണ്. ആ ഭാഗമായി അവർക്ക് ചെയ്യാം. അത് മതത്തിന്റെ ഭാഗമാകണമെങ്കിൽ പ്രവാചകൻ പഠിപ്പിക്കും. ഇപ്പൊ താടിയുടെ പ്രതിഫലം റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളവസ്ത്രത്തിന്റെ മഹത്വം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തലമറക്കൽ പഠിപ്പിച്ചിട്ടില്ല. പിന്നീട് സൂഫികൾ തലമറക്കൽ ഇസ്ലാമിൽ ചിഹ്നമാക്കി മാറ്റി. അത് നീളവും അതിന്റെ രീതിയും അതിന്റെ കോലവും വരെ അവർ എഴുതി വെച്ചു. പച്ചത്തലപ്പാവിന്റെ മർത്തബ അവർ പറഞ്ഞു. എന്നിട്ട് അതിന് വ്യാജമായ ഹദീസ് ഉണ്ടാക്കി. നബി പറഞ്ഞു എന്ന പേരിൽ കള്ള റിപ്പോർട്ട് ഉണ്ടാക്കി പിൽക്കാലത്ത്. അതിൽപ്പെട്ടതാണ് സ്വലാത്തുൻ ബിൽ അമാമ ഖൈറുൻ മിൻ അൽഫി സ്വലാത്തിൻ ബിലാ അമാമ. തലപ്പാവുള്ള ഒരു നമസ്കാരം
തലപ്പാവില്ലാത്ത 1000 നമസ്കാരത്തേക്കാൾ പുണ്യമാണ്. പിൽക്കാലത്ത് ആരോ ഉണ്ടാക്കി വിട്ടതാണ്. അതേപോലെ ജുമുഅത്തുൻ ബിഅമാമ ഖൈറുൻ മിൻ 70,000 ജുമുഅത്തിൻ ബിലാ അമാമ. തലപ്പാവുള്ള ഒരു ജുമുഅ തലപ്പാവില്ലാത്ത 70,000 ജുമുഅയേക്കാൾ പുണ്യമാണ്. അതൊക്കെ പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ്. ഇന്നല്ലാഹു വമലായികതു യുസല്ലൂന അലാ സാഹിബിൽ അമാഇം. തലപ്പാവുള്ളവർക്ക് വേണ്ടി അല്ലാഹു മലക്കളും സ്വലാത്തല്ലും. അത് പിൽക്കാലത്ത് ഏതോ തലക്കെട്ടൽ ഉണ്ടാക്കിയതാണ്. അതേപോലെ അൽ ഫർഖു ബൈനൽ മുസ്ലിം വൽ കാഫിർ അൽ അമാമത്തു ഫൗഖൽ ഖലൻസുവ. മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം തൊപ്പിട്ട് അതിന് മേലെ കെട്ടലാണ്. പിൽക്കാലത്ത് ആരും ഉണ്ടാക്കി വിട്ടതാണ്. തൊപ്പിട്ടിട്ട് മേലെ തലക്കെട്ടിട്ടുക, അത് മുസ്ലിം ചെയ്യും, കാഫിറോ തൊപ്പിടാതെ കെട്ടും. ഇതാണ് വ്യത്യാസം എന്ന് ഹദീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് റസൂൽ പറഞ്ഞതല്ല, പിൽക്കാലത്ത് ഉണ്ടായി വന്നതാണ്. അപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഇതൊരു സംഭവം കൂടി പറഞ്ഞുതരാം. മുഹമ്മദ് ബിൻ മുൻകദിർ താബിഈ പ്രമുഖനാണ്. അദ്ദേഹം പള്ളിയിലേക്ക് വരുമ്പോൾ നബിയുടെ സ്വഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിസ്കരിക്കുന്നു. അദ്ദേഹം തൻ്റെ മുണ്ട് താഴെ വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. തൻ്റെ മുണ്ടെടുത്ത് താഴെ വെച്ചിട്ട് അദ്ദേഹം നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോൾ മുഹമ്മദ് മുൻകദിർ ചോദിച്ചു, തുസല്ലി വരിദാഉക മൗദൂഉൻ, താങ്കൾ മുണ്ട് താഴെ വെച്ചിട്ടാണോ നിസ്കരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അഹ്ബബ്തു ലിയറാനിയൽ ജുഹാലു മിസ്ലക്കും, നിങ്ങളൊക്കെ പോലുള്ള ജാഹിലീങ്ങൾ കാണാൻ വേണ്ടി ചെയ്തു തന്നെയാണത്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ ബാബു സ്വലാ ബിഗൈരി റിദാഇൻ എന്ന അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ വല്ല കൂലിയും കിട്ടുമെങ്കിൽ, കൂലി വേണ്ടാന്ന് വിചാരിച്ചിട്ട് എടുത്തേക്കൂലല്ലോ. ഉള്ള മുണ്ടുണ്ടാവില്ല പലർക്കും, അത് ശരിയാണ്. ഉള്ള മുണ്ട് താഴെ വെച്ചിട്ട് എനിക്കിപ്പോൾ ആ കൂലി വേണ്ട എന്ന് സ്വഹാബി ആയാലും വിചാരിക്കില്ല. അപ്പൊ അത് പ്രവാചകന്റെ വേഷമാണ്. ആ നിലയ്ക്ക് ഒരാൾക്ക് സ്വീകരിക്കാം, ഒരു മാന്യമായ വേഷമാണ്. അതിന് ഒരിക്കലും ആക്ഷേപിക്കാൻ വകുപ്പില്ല. പക്ഷെ ഒരാൾ തല മറച്ചില്ലെങ്കിൽ അയാൾ സുന്നത്ത് ഒഴിവാക്കിയെന്നോ അയാൾ ബിദ്അത്ത് ചെയ്തു എന്നോ ഒന്നും പറയാൻ നമുക്ക് വകുപ്പില്ല. പിൽക്കാലത്ത് സൂഫികളാണ് കൊണ്ടുവന്നത്. പിന്നെ ഒരു പച്ച കൊണ്ടുവന്നു, ചുവപ്പ് കൊണ്ടുവന്നു. അതൊക്കെ അവർ കൊണ്ടുവന്ന ചില ചിഹ്നങ്ങളാണ്. ചില ഫത്ലുൽ മുഈൻ കിതാബിലൊക്കെ തലയിൽ കെട്ടുന്ന വാല് തൂക്കിയിടുകയാണെങ്കിൽ എത്ര നീളം ആ വാലിന് വേണം എന്ന ചർച്ച വരെ ഉണ്ട്. വാല് തൂക്കുമ്പോൾ എത്ര നീളം വാല് തൂങ്ങണം, വലത്തോട്ട് തൂങ്ങണോ ഇടത്തോട്ട് തൂങ്ങണോ എന്ന് വരെ ചർച്ച ഉണ്ട്. അതൊക്കെ പിൽക്കാലത്ത് വന്ന ചർച്ചകളാണ്. അല്ലാഹു അഅലം. അവസാനിപ്പിക്കല്ലേ? അപ്പോൾ എന്താ കൂട്ടിച്ചേർക്കാണ്ടോ? നേരത്തെ പറഞ്ഞേ കൂട്ടിച്ചേർക്കാനിക്കോട്ടെ, അതും കൂടി ചേർന്നു. റസൂലുള്ളാഹി ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലല്ലാതെ അല്ല എന്നുള്ളത് മുജാഹിദ് ബാലുശ്ശേരി വളരെ ഒരു തെളിവും ഇല്ലാന്ന് അയാൾ പറയുന്നത്. ഒരു തെളിവും റബീഉൽ അവ്വൽ മാസത്തിലാണ് ജനിച്ചത് എന്നുള്ളതിന് ഒരു തെളിവും ഇല്ല എന്ന് വളരെ കർശനമാണ്. തീർത്ത് പറഞ്ഞോട്ടെ. നിങ്ങൾ പറഞ്ഞിപ്പോ റബീഉൽ അവ്വൽ 8 പ്രബലമായ അഭിപ്രായം റബീഉൽ അവ്വൽ 8 പറഞ്ഞു. പിന്നെ എന്തിന് ഈ പ്രബലമായതും വെച്ചിട്ട് അയാള് റമളാൻ മാസത്തിലാണ് ജനിച്ചത് വെച്ച് ജനങ്ങളെ വെറുതെ ഒരു ആശയക്കുഴപ്പത്തിലാക്കേണ്ട ക്ലിപ്പ് കേട്ടിട്ടുള്ള പ്രശ്നം. ഞാൻ പറഞ്ഞു, നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരി ആ പറഞ്ഞ CD വേണമെങ്കിൽ പുറത്തു പങ്കു തരും. മുജാഹിദ് ബാലുശ്ശേരി ഏത് CD ആണോ പറഞ്ഞത് ആ CD ഇവിടുത്തെ സംഘാടകർ വേണമെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരും. നിങ്ങൾ ഫുള്ള് കേൾക്കി എന്ന് നിങ്ങൾ ആലോചിക്കുക. അദ്ദേഹം പറഞ്ഞ എന്താണ്? റസൂല് ജനിച്ചത്, ജനിക്കുമ്പോൾ റസൂലല്ല. അത് ഞാനും നിങ്ങളും തർക്കമില്ലല്ലോ. 40-ാമത്തെ വയസ്സിലാണ് റസൂലായത്. അന്നാണ് വഹയി കിട്ടിയത്. ആ വഹയി കിട്ടിയത് റമദാനിലാണ്. അതിലും തർക്കമില്ല. അതാണ് ഇതിന് പറഞ്ഞത്. ഇൻഷാല്ലാ നമ്പർ കൊടുത്തോളി, CD ഇൻഷാല്ലാ അവർക്ക് എത്തിച്ചേരും. ഇനിയുണ്ടോ ചോദ്യം ഉണ്ടോ? പിന്നെ ഈ വെള്ളക്കുപ്പായ ഇടയില് റസൂല് പിന്നെ പറഞ്ഞതാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സൂക്ഷ്മത ഉള്ള ഒരു വിഭാഗം എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വെള്ളക്കുപ്പായം തന്നെ ഇട്ടുകൂടെ എന്നുള്ളത് നല്ലതാണ്. ഞങ്ങളൊക്കെ പ്രമാദം ഇടാറുണ്ട്. ചിലപ്പോ തിരുമ്പി ആവൂല, അപ്പൊ ചിലപ്പോ അല്ലാത്തവരുണ്ട്. വാദിക്കുന്നവര് സുന്നികളാന്നുള്ള ഒരു അഭിപ്രായം ആർക്കും സ്വീകരിക്കാം. സുന്നാക്ക് സൂക്ഷ്മത കൊണ്ടാണോ അതല്ല അതിന്റെ പേര് വേറെ വല്ല ലാഭത്തിലാണോ പ്രശ്നമേ ഉള്ളൂ. വെള്ളത്തിനും വെള്ളക്കുപ്പായ ഇട്ടിട്ട് നിങ്ങൾ സുന്നാ തോന്നും, അതോ മുജാഹിദാണോ? നിങ്ങൾ സുന്നായിട്ടും വെള്ളിട്ടില്ലല്ലോ. സാധാരണ ഈ വെള്ള തുണിയും കുപ്പായും വെള്ള തലയിൽ കെട്ടും. പലപ്പോഴും അത് ചിലപ്പോൾ സുന്നത്തിന് വേണ്ടി ആയിക്കോളുന്നില്ല, ചിലപ്പോൾ സമ്പത്തിന് വേണ്ടി ആവാം ചിലർ സ്വീകരിക്കുന്നത്. നമ്മളത് ഉദ്ദേശ സംശയിക്കല്ല. ഏതായിരുന്നാലും വെള്ള പരമാവധി ധരിക്കാൻ ശ്രമിക്കണം. അത് നമ്മളൊക്കെ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. ചിലപ്പോൾ ചില ദിവസങ്ങൾ വെള്ള ചളിയായിട്ടുണ്ടാവും. കാരണം മറ്റു വസ്ത്രത്തെ പോലെ അത്ര അത് ചിലപ്പോൾ രാവിലെ ഇട്ട വൈകുന്നേരമ്പോഴേക്ക് അഴുക്കാവും. അപ്പോൾ പക്ഷെ വേറെ ഇടേണ്ടി വരും എന്നേ ഉള്ളൂ. എന്നാലും പലരും ശ്രദ്ധിക്കും. ഇനിയും ശ്രദ്ധിക്കാൻ എന്തെങ്കിലും നല്ലൊരു ഉപദേശമാണ്. നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം. എല്ലാവരും പരമാവധി വെള്ള വസ്ത്രം ശീലിക്കാൻ ഞാനടക്കം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു സഹോദരന് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ശരി. സാലിഹ് എന്നാണ് പേര്. സ്ഥലം നാദാപുരം. ഇന്ന ശിർക ലൽബൻ അലീം എന്ന് ലുക്മാനുൽ ഹക്കീം മകനോട്
ഉപദേശിക്കുന്നത് നമുക്ക് ഖുർആനിൽ കാണാം. അപ്പോൾ അത്രക്കും കഠിനവും കഠോരവുമാണ് ശിർക്ക്. അതിൽ ആർക്കൊരു തർക്കവുമില്ല. അത് ബാഹ്യാർത്ഥത്തിൽ തന്നെ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു സംശയം, നമ്മൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നോക്കിയാൽ അന്ന് മുതൽ ഇന്ന് വരെ മുഹദ്ദിസീങ്ങളും ഫഖീഹന്മാരെയും മുഫസ്സിരീങ്ങളെയും നമ്മൾ നോക്കിയാൽ, ഇബ്നു കസീറിനെ പോലത്തെ മുഫസ്സിരീങ്ങൾ, സിയാസ് സിത്തയിൽ, അതുപോലെ തന്നെ ഫഖീഹന്മാർ അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾ നോക്കുമ്പോഴും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവർ അള്ളാഹു അല്ലാത്ത ഇസ്തിഗാസ നടത്തിയത് ഒരുപാട് ഉദ്ധരണി നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ഇസ്തിഗാസ നടത്തിയ ഒരുപാട് ഉദ്ധരണി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ സിയാസിത്തെ തന്നെ ഹദീസുകളിൽ ഹദീസ് സഹീഹോ ലൈഫോ എന്ന് ഞാൻ പറയുന്നില്ല, ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഹദീസുകൾ ഉദ്ധരിച്ചപ്പോൾ തന്നെ ഇത് ശിർക്കാണെങ്കിൽ ഇന്ന ശിർക്കൽ അലീം അല്ലല്ലോ, ഇന്ന ശിർക്കൽ അലീം, കഠിനവും കഠോരവുമായ ശിർക്ക്. അത് ബാഹ്യാർത്ഥത്തിൽ തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. ഈ മുഹദ്ദിസീങ്ങളും തങ്ങളുടെ കിതാബുകളിൽ ലൈഫും സഹീഹും എന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ സ്വാഭാവികമായും ഇത്രയും ഹദീസ് അവർ ഉദ്ധരിക്കുമ്പോൾ എവർക്കൊന്നും ഇതിനെപ്പറ്റി ബോധമില്ലാത്തത് കൊണ്ടാണോ? അതല്ല ഇസ്ലാമിക ശറയില് ഇത് നിങ്ങൾ പറയുമ്പോഴത്തെ മഹാപാവാണെങ്കിൽ ഇത്തരം മഹാന്മാർ എല്ലാവരും വളരെ അധികം അവരുടെ കിതാബുകളിൽ നിർലോഭം നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. ഇതെന്തുകൊണ്ടാണ്? ഒരു ഉദാഹരണങ്ങൾ പറയും. സിഹാസിത്തിൽ പറഞ്ഞ ഒരു ഉദാഹരണം ഒറ്റ ഉദാഹരണം പറയും. സിഹാസിത്തിലില്ല, മാത്രമല്ല അല്ലാത്ത ഒരുപാടുണ്ട്. പഠിച്ചാൽ മതി, നല്ല കാര്യമാണ്. ചരിത്രം ഇബ്നു കസീറിന്റെ തന്റെ അതിലെല്ലാം ഉണ്ട്. ഇബ്നു കസീറിന്റെ തഫ്സീറിലല്ലോ അവിടെയല്ലോ ഇബ്നു കസീർ തന്നെ ഇസ്തിഗാസ നടത്തിയത് ഉദ്ധരിക്കുന്നതോടുകൂടി ആ കിതാബ് അയോഗ്യതയായി. കാരണം കിതാബുകളുടെ ഏതായിരുന്നാലും മനസ്സിലായി. അവരാരും നിങ്ങളെ പണത്തിൽ ഉദ്ധരിച്ചിട്ടില്ല. നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. നിങ്ങളൊന്ന് സ്വസ്ഥമായിരുന്ന് ആശ്വാസത്തിൽ പഠിക്കുക. ഏതെങ്കിലും ഉസ്താദന്മാർ പറഞ്ഞതിനെ വയത് കേട്ട് മാത്രം നടക്കരുത്. കുഴപ്പമില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ ആക്ഷേപിക്കല്ല, ഞങ്ങൾ അംഗീകരിക്കുന്നു. നമ്മളൊക്കെ ഒരു കാലത്ത് അങ്ങനെ വിശ്വസിച്ചിരുന്നു. വയതും പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞേരം നിങ്ങൾ കേൾക്കി. ആ തെളിവ് ഇതേപോലെ സ്റ്റേജിൽ കയറി അങ്ങോട്ട് പ്രസംഗിച്ച ആളാണ് ഞാനൊക്കെ. ഒരുപാട് കാലം സുന്നി സ്റ്റേജിൽ പ്രസംഗിച്ച് സുന്നിയായി നടന്ന് അവിടെ മദ്രസ പഠിച്ച് അവിടെ മദ്രസ പഠിപ്പിച്ച് ഈ വക തെളിവും കൊണ്ട് മുജാഹിദുകളെ പിന്നാലെ പോയവനാണ് നമ്മളൊക്കെ. പിന്നെ അത് ഉസ്താദുമാരെ തൊള്ള മാത്രം പോരാ, ഇതൊന്ന് മനസ്സറിഞ്ഞ് പഠിക്കണം എന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോഴാണ് ഇതൊന്നും ഈ പറയുന്ന രൂപത്തിലില്ല. അറക്കൽ രാജാവ് ആനയെ തുപ്പി എന്ന് പറയുന്ന രൂപത്തിലാണ് ഇത് പലതും ഉള്ളത്. ഇവിടുന്ന് കേൾക്കും ആനയെ തുപ്പീൻ. അന്വേഷിക്കാൻ പോയി വടകരക്കെത്തുമ്പോൾ പോയി ആനയല്ല, ഒരു കറുത്ത പോത്താണ്. കൊയിലാണ്ടിക്കെത്തുമ്പോൾ പറയാം അതൊരു പൂച്ചയായിരുന്നു, പോത്തല്ല. അങ്ങനെയാണ്ട് ചെന്ന് അവസാനം അറക്കൽ രാജാവ് ഉള്ള സ്ഥലത്ത് ചെന്ന് കാണുമ്പോൾ കണ്ണൂരാണ് കൊയിലാണ്ടിക്ക് അല്ലെങ്കിൽ അത് പറയണ്ട, വടകര അങ്ങോട്ടാ പോവുക. അങ്ങനെ അറക്കൽ അടുത്തേക്കെത്തുമ്പോ തൊട്ട് അവിടെ ആ നാട്ടിൽ അന്വേഷിക്കാൻ പോലെ അതങ്ങ് ഭക്ഷണം കഴിച്ചപ്പോൾ കറുത്ത വറ്റ് കിട്ടി, അതങ്ങ് ഒഴിവാക്കിയതാണ്. ഇതാണ് ഈ സംഭവമൊക്കെ. എല്ലാ മഹാന്മാരും പറഞ്ഞു എന്നൊക്കെ പണ്ട് നമ്മൾ നാദാപുരം ഗണത്തിന് പേരോട് പുസ്തകം പറഞ്ഞല്ലോ, സർവ്വ ഇമാമികളും ഇസ്തിഗാസ ചെയ്തവരാണ്. പക്ഷെ ഒരു ഇമാമിനെ പോലും ശരിയായ ഇമാമെന്ന് പറയാവുന്ന ഇമാമിനെ പോലും കാണിക്കാൻ കഴിഞ്ഞില്ല. ഏതായിരുന്നാലും അഹ്ലുസുന്നയുടെ ആധികാരിക പണ്ഡിതന്മാരായി പറയപ്പെടുന്ന ഇമാമിയങ്ങൾ, വിശിഷ്യ ആദ്യ നൂറ്റാണ്ടുകൾ ജീവിച്ച മുഹദ്ദിസുകൾ, മുഫസ്സിറുകൾ, ഫുഖഹാക്കൾ, ഇമാം ഷാഫി, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ഹംബൽ, ഇമാം ബുഖാരി, മുസ്ലിം, അബൂ ദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ തുടങ്ങിയ ഹദീസ് പണ്ഡിതന്മാരോ ഫുഖഹാക്കളോ അതേപോലെ മുഫസ്സിറുകളോ അടക്കമുള്ള അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ ഒരാളും തന്നെ അള്ളാഹുവിലേക്ക് പോകേണ്ടുന്ന സഹായാർത്ഥന റബ്ബല്ലാത്തവരിലേക്ക് കൊടുത്തിട്ടേ ഇല്ല എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അവരുടെ പേരിൽ പിൽക്കാലത്ത് പ്രചരിപ്പിക്കപ്പെട്ടതുണ്ട്. അവർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പിൽക്കാലത്ത് പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞ ഹസൻ ബസരി മൗലിദ് കഴിക്കാൻ പറഞ്ഞു 1000 കൊല്ലം കഴിഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന പോലെ മഹാന്മാരെ പറ്റി പലരും പിൽക്കാലത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്നല്ലാതെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇമാം ഷാഫിയുടെ കിതാബിലോ അബൂ ഹനീഫ ഇമാമിന്റെ കിതാബിലോ ഇമാം മാലിക്കിന്റെ കിതാബിലോ ബുഖാരി ഇമാമിന്റെ കിതാബിലോ ഒന്നും തന്നെ അള്ളാഹു അല്ലാത്തുള്ള ഒറ്റ തേട്ടം കാണുക സാധ്യമല്ല.
തിരിച്ചു കാണുകയും ചെയ്യും. റബ്ബിനോട് തേടാവൂ, റബ്ബിനോട് സഹായം അർത്ഥിക്കാവൂ, അവനോട് ഇസ്തിഗാസ ചെയ്യാവൂ എന്ന് ഈ പറയപ്പെട്ട ഇമാമിങ്ങൾ പലരുടെയും ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാനും സാധിക്കും. അതുകൊണ്ട് ആ നിലക്ക് ആത്മാർത്ഥമായി നാം കാര്യങ്ങൾ വിലയിരുത്തുക. ഏതായാലും അൽഹംദുലില്ലാ വളരെ ഭംഗിയായി നമ്മുടെ ഈ മുഖാമുഖം നടന്നു. റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബിലേക്ക് മാത്രം കൈയുയർത്തി അവനോട് മാത്രം പ്രാർത്ഥിച്ച് അവൻ അവകാശപ്പെട്ട നാമഗുണ വിശേഷണങ്ങൾ അവന് മാത്രം വകവെച്ചു കൊടുത്തുകൊണ്ട് ഒരു ജിന്നും ഒരു മലക്കും ഒരു ശൈത്വാനും ഒരു വലിയും ഒരു നബിയും ആരും തന്നെ അഭൗതിക മാർഗത്തിൽ സഹായിക്കുന്നവർ ഇല്ല, ദോഷം വരുത്തുന്നവർ ഇല്ല. അതുകൊണ്ട് അവരോട് ആരോടും തന്നെ അഭൗതിക മാർഗത്തിന് ഒരു തേട്ടലും പാടില്ല. അതെല്ലാം ദുആയാണ്, ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. സ്വർഗ്ഗം ഹറാമാകും, നരകം നിർബന്ധമാകും, ശാശ്വതമായ നരകാഗ്നിയിൽ ചെന്ന് ആപ്പതിക്കേണ്ടി വരുമെന്ന ആ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുക. 7 വൻപാപങ്ങളിൽ ഒന്നാമത്തേതാണ് ശിർക്ക്. അത് നാം ഗൗരവമായി കാണുക. പ്രവാചകന്മാരോട് പോലും ശിർക്കിന്റെ ഗൗരവം ഉണർത്തിയെങ്കിൽ നമ്മൾ എന്തായിരുന്നാലും അത് ശിരസ വഹിക്കാൻ ബാധ്യസ്ഥരാണ്. ആ നിലക്ക് ശരിയായ മുവഹിദുകളായി, മുത്തഖീങ്ങളായി, നല്ല മുജാഹിദുകളായി നാം ജീവിച്ചു മരിക്കാൻ ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ നാട്ടിൽ അനുകൂലമായ സാഹചര്യം വരുന്ന ഏതെങ്കിലും സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ഇതുപോലെ വേദികൾ സംഘടിപ്പിക്കാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ താല്പര്യമില്ല. പക്ഷെ നിയമപാലകർ കണിശമായി ആവശ്യപ്പെട്ടത് കൊണ്ടും ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിൽക്കുന്ന ചില പ്രതികൂലമായ സാഹചര്യങ്ങളാലുമാണ് നമുക്കിപ്പോൾ അവസാനിപ്പിക്കേണ്ടി വന്നത്. എന്നാലും അൽഹംദുലില്ലാ 9 മണി പറഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ നീട്ടാൻ കഴിഞ്ഞു. നിയമപാലകർ നമ്മോട് സഹകരിച്ചു. അൽഹംദുലില്ലാ ഏതായാലും ഈ നാട്ടിൽ റഹ്മാനായ റബ്ബ് സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അവൻ ദീന് ശരിയാം വിധം പ്രബോധനം ചെയ്യുവാനും ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം റഹ്മാനായ റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.